പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടെന്ന് സിപിഎം സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ട്. സംസ്ഥാന സെന്ററിലുള്ളവർ കീഴ്ഘടകങ്ങളിലെത്തി വിഭാഗീയത പരിഹരിക്കണം. രണ്ടാം പിണറായി സർക്കാരിലെ ചില മന്ത്രിമാർ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. പ്രതിപക്ഷവും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വളഞ്ഞിട്ടാക്രമിച്ചപ്പോഴും മന്ത്രിമാർക്ക് പ്രതിരോധിക്കാനായില്ലെന്നും വിമർശനം. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തുടർഭരണത്തിന്റെ പേരിൽ അഹന്ത കാണിച്ചാൽ ബംഗാളിന് തുല്യമായി കേരളം മാറുമെന്നാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. കാരണം പലപ്പോഴും നേതാക്കൾ അണികളിൽ നിന്നും അകലുന്നു. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ ഭരണം കിട്ടിയതുകൂടി തന്നെ ആ ജനങ്ങളിൽ നിന്നും അകലുന്ന ഒരു സമീപനം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇത് അവസാനിപ്പിക്കണം. പൊതുജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ നേതാക്കന്മാർ തയ്യാറാകണം. ഒപ്പം പല ആവർത്തി ഉപരിഘടകങ്ങളിൽ നിന്നും വിലക്കുണ്ടായിട്ടും റിയൽ എസ്റ്റേറ്റ് മാഫിയകളും ഗുണ്ടകളുമായുള്ള ബന്ധം പല സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിൽ തുടരുന്നു. ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയാണ്. ഇതെല്ലാം തന്നെ അവസാനിച്ചാൽ മാത്രമേ പാർട്ടിയിലേക്ക് കൂടുതൽ ആളുകൾ വരികയുള്ളൂ. കൂടുതൽ ആളുകളെ ആകർഷിക്കണമെങ്കിൽ ജനകീയമായ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയകളിലൂടെ ഫാൻസുകളെ സൃഷ്ടിച്ച് നീങ്ങുന്ന ഒരു തരംഗം ഇപ്പോൾ പലപ്പോഴും പ്രാദേശിക നേതാക്കന്മാരുടെ കണ്ടുവരുന്നുണ്ട്. അത് ഒഴിവാക്കേണ്ട സമയമായിരിക്കുന്നുവെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു കാര്യം എടുത്തു പറയുന്നത്, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴേക്കും വലിയ തരത്തിലുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ചില മന്ത്രിമാർ ഉയർന്നു വന്നിട്ടില്ല. മുഖ്യമന്ത്രിയെ പല ആവർത്തി മാധ്യമങ്ങളും ഒപ്പം പ്രതിപക്ഷവും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ചില മന്ത്രിമാർ ഒതുങ്ങിപ്പോയി. ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാനാവില്ല. ഒപ്പം ഈ സമീപകാലങ്ങളിൽ പ്രാദേശിക തലത്തിൽ വിഭാഗീയത കണ്ടുവരുന്നുണ്ട്. അത് ജില്ലാ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള വിഭാഗീയത അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള അംഗങ്ങൾ നേരിട്ട് ഇടപെടണം. അത്തരത്തിൽ പ്രാദേശിക വിഭാഗീയത ഒഴിവാക്കിയാൽ മാത്രമേ തുടർഭരണം എന്ന ഒരു സങ്കല്പത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാസ്തവത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നിരവധിയായ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച ഇന്നലെ നടന്നിരുന്നു. ഇപ്പോൾ പൊതു റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പുരോഗമിച്ചു വരികയാണ്. ഇന്ന് വൈകുന്നേരം വരെ ഈ ചർച്ച തുടരുകയും ചെയ്യും.